കൺസെഷൻ കാർഡുകളുടെ ദുരുപയോഗം തടയണമെന്ന് കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. അനർഹമായ യാത്രാ സൌജന്യം അനുവദിക്കുന്നത് മൂലം ബസ് വ്യവസായ മേഖല നാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംസ്ഥാനത്തും പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലും അനധികൃത പാസ് ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ മറവിൽ വിദ്യാർത്ഥികൾ അല്ലാത്തവരും യാത്ര ചെയ്യുന്നത് സ്വകാര്യ ബസ് വ്യവസായത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകടപ്പെടുത്തിയിരിക്കുകയാണ്. നാമമാത്രമായ ചാർജ് വാങ്ങി വിദ്യാർത്ഥികൾക്ക് യാത്രാ സൌജന്യം അനുവദിക്കുന്നതുകൊണ്ട് തന്നെ നാശത്തിലേക്ക് കൂപ്പുകുത്തി നിൽക്കുന്ന സ്വകാര്യ ബസ് വ്യവസായം അനർഹരായ വിദ്യാർത്ഥി യാത്രക്കാരെ കൂടി ചുമക്കേണ്ടി വന്നപ്പോൾ ഈ തൊഴിൽ മേഖലയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ മറവിൽ കൺസെഷൻ യാത്ര ചെയ്യുന്നവരുടെ എണ്ണം ആപൽക്കരമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികളുടെ കൺസെഷൻ യാത്രയെക്കുറിച്ച് സർക്കാരിന്റെ നിർദ്ദേശം പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ സംഘടന നിർബന്ധിതരായി തീർന്നത്. ഇത് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്നതിന് ഉത്തരവാദിത്തം ഫെഡറേഷനെ ഏൽപ്പിച്ചത് ഗവൺമെന്റ്. എത്ര കാർഡ് വേണം അത്രയും പ്രിന്റ് ചെയ്ത് വേണം. ഗവൺമെന്റ് അതത് സ്ഥാപനങ്ങളുടെ പേരിൽ അടുപ്പിക്കുന്ന മലബാർ ക്രിസ്ത്യൻ കോളേജ് ഇതവരടുപ്പിച്ച കാർഡാണ്. ഇത് ശരിയാണ്. ഇത് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ പാടില്ല. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെഗുലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അംഗീകൃത കോഴ്സുകൾക്ക് പഠിക്കുന്ന മുഴുവൻ സമയ അംഗീകൃത വിദ്യാർത്ഥികൾക്കും കേരളത്തിലെ സർവകലാശാലയിൽ പേര് രജിസ്റ്റർ ചെയ്ത് പഠിക്കുന്ന മുഴുവൻ സമയ പാരൽ കോളേജ് വിദ്യാർത്ഥികൾക്കും സ്വകാര്യ മേഖലയിൽ ഗവൺമെന്റ് അംഗീകരിച്ച ITs തുടങ്ങിയ മുഴുവൻ സമയ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ കൺസെഷൻ നൽകുവാൻ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളൂവെന്നും കോഴിക്കോട് ഡിസ്ട്രിക്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.